എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രേവതിയുടെ അമ്മയെ ചന്ദ്ര അപമാനിച്ചു വിടുന്ന ഒരു എപ്പിസോഡിനെ കുറിച്ചാണ്. ചന്ദ്രയുടെ വീട്ടിലോട്ട് ഒരു ദിവസം രേവതിയുടെ അമ്മ ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുവാണ്. അപ്പോൾ രവി വളരെ സന്തോഷത്തോടെ തന്നെ അവരെ സ്വാഗതം ചെയ്യും, അകത്തോട്ട് വിളിക്കും. ആ സമയത്ത് ചന്ദ്ര കടന്നു വരികയും രേവതി കാപ്പി എടുക്കുമെന്ന് പറയും. അപ്പോൾ അമ്മ പറയും, അയ്യോ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് വന്നത്, ഒന്നും വേണ്ടാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, അതിന് നിങ്ങൾക്ക് ആര് കാപ്പി എടുക്കാൻ പറയുന്നു, എനിക്കാ കാപ്പി എടുക്കാൻ പറഞ്ഞത്, നിങ്ങൾക്കൊക്കെ ആര് കാപ്പി തരാൻ പോകണം ഈ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കുവാണ്. അപ്പോൾ രവി പറയും, അവൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും, അമ്മ അവിടെ ഇരിക്കുമെന്ന് പറയും. അപ്പോൾ അമ്മയെ ഇരിക്കും. അപ്പോൾ ചന്ദ്ര ചോദിക്കും, എന്താണ് ഇങ്ങോട്ടേക്ക് പതിവില്ലാതെയൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും അതും ഒരുപാട് ഒരു രൂക്ഷമായിട്ടുള്ളൊരു സൗണ്ടിലാണ് ചോദിക്കുന്നത്. അപ്പോൾ രവി പറയും, എന്തിനാണ് ചന്ദ്ര, അവർ വീട്ടിലോട്ട് വന്നിരിക്കുമല്ലേ, അവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ, പിന്നെ ഇങ്ങോട്ടേക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും വരാത്ത ആൾക്കാരൊക്കെ വരുമ്പോൾ പിന്നെ ചോദിക്കണ്ടേ എന്ന് ചന്ദ്ര പറയും. അപ്പോൾ രേവതിയുടെ അമ്മ പറയും, നാളെ രേവതിയുടെയും സച്ചിയുടെയും വിവാഹ വാർഷികമല്ലേ, അപ്പോൾ അങ്ങോട്ടേക്ക് വിളിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്, അതിനു മുമ്പ് രേവതിക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നതാണെന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, ഓ പിന്നെ കുറേ സമ്മാനങ്ങൾ, 50 പവൻ സ്വർണങ്ങളൊക്കെ ആയിട്ടല്ലേ നിങ്ങൾ വന്നിരിക്കുന്നത്. രവിയാണെങ്കിൽ അമ്മയോട് പറയും, എത്ര പെട്ടെന്നാണല്ലേ ഒരു വർഷം ഓടിപ്പോയത്. അപ്പോൾ ചന്ദ്ര പറയുവാണ്, അതെ, നിങ്ങളുടെ മകൾ ഈ വീട്ടിൽ വന്നതിൽ പിന്നെ ദിനവും എന്തെങ്കിലും പ്രശ്നങ്ങളാണ്, അതിനു മുമ്പ് എന്ത് സമാധാനമായിട്ട് പോയ വീടാണെന്നോ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ പുച്ഛിക്കുവാണ്. അപ്പോൾ അച്ഛൻ പറയും, അങ്ങനെയൊന്നുമല്ല, രേവതി ജീവിതത്തിലോട്ട് കടന്നു വന്നതിൽ പിന്നെ സച്ചിക്ക് നല്ല മാറ്റങ്ങളുണ്ട്, സച്ചിയിൽ ഒരുപാട് മാറ്റം, അവന് കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടെന്നൊക്കെ അച്ഛൻ പറയുവാണ്. അതിനും ചന്ദ്ര പുച്ഛിക്കും, അവൻ നല്ലോണം മാറിയിട്ടുണ്ട്, ഇവൾ അവനെ നല്ലോണം മാറ്റിയെടുത്തു എന്ന് വളരെ ദേഷ്യത്തിൽ തന്നെ പറയുവാണ്. എന്നിട്ട് രേവതിയുടെ അമ്മയുടെ അടുത്ത് ഒരു കാര്യം കൂടി പറയും, നിങ്ങളുടെ ഭർത്താവ് കാരണം എൻ്റെ ഭർത്താവിന് പറ്റിയ ഒരബദ്ധം, അതാണ് രേവതി എന്ന് പറയുമ്പോഴേക്കും അമ്മയുടെ മുഖമൊക്കെ മാറും കേട്ടോ. പാവം അമ്മ വളരെ സങ്കടത്തോടെ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. രവി അപ്പോഴേക്കും വിഷയമൊക്കെ മാറ്റിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, എന്തായാലും നമ്മൾ വിചാരിക്കുന്നതൊന്നും അല്ലല്ലോ ദൈവം നടത്തി തരുന്നത്, എന്തായാലും എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം തന്നെയാണ് സച്ചിയുടെ കിട്ടിയേക്കണേന്ന് അമ്മ പറയുമ്പോഴേക്കും ചന്ദ്രക്ക് പിന്നെയും ദേഷ്യം വരും. അതെന്താ, എൻ്റെ മനോജ് കെട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ മോൾ അപ്പോൾ കുത്തുവാളെടുക്കുന്നാണോ നിങ്ങൾ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയും, അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ എൻ്റെ സന്തോഷം കൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ ചീത്ത പറയുന്നുണ്ട്, നീ എന്താ അവരെന്ത് പറഞ്ഞാലും ഈ തെറ്റും കുറ്റവും മാത്രം കണ്ടുപിടിക്കുന്നത്, അവരൊരു നല്ല കാര്യം പറയാൻ വേണ്ടി ഈ വീട്ടിലോട്ട് വന്നതല്ലേ, നീ എന്താ ഇങ്ങനെ അവരോട് പെരുമാറുന്നതെന്നൊക്കെ രവി ചീത്ത പറയുന്നുണ്ട്. മിണ്ടാണ്ടിരിക്കുക ചന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ, ചന്ദ്ര ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അവിടേക്ക് ശ്രുതിയും വർഷയും ശ്രീകാന്തും സുധിയും എല്ലാവരും കടന്നു വരും. സച്ചിയും വരും. സച്ചി വരുമ്പോഴേക്കും അമ്മ സച്ചിക്ക്, ഇന്ന് മോനെ ഞാൻ 2 ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്, അത് തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് ഡ്രസ്സ് കൊടുക്കും. എന്നിട്ട് നാളെ വീട്ടിൽ വരണം എന്നൊക്കെ പറഞ്ഞ് ക്ഷണിക്കും. അപ്പോൾ സച്ചി പറയും, അതിനെന്താ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് സച്ചി, അല്പം തിരക്കുണ്ട് ഞാൻ പോട്ടെ, എനിക്ക് ഓട്ടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇറങ്ങും. അമ്മ ഇതൊക്കെ കണ്ട് പുച്ഛിക്കുന്നുണ്ട്. എൻ്റെ മോളുടെ സുധിയുടെയും ശ്രുതിയുടെയും വിവാഹ വാർഷികം വരട്ടെ, കിലോ കണക്കിന് സ്വർണങ്ങളാണ് ശ്രുതിയുടെ അച്ഛൻ ഇങ്ങോട്ടേക്ക് അയച്ചു തരാൻ പോകുന്നത്, ഇവിടെ നോക്കിക്കേ 2 ഡ്രസ്സും കൊണ്ട് വന്നിരിക്കുവാന്ന് പറഞ്ഞ് രേവതിയുടെ അമ്മയെ വളരെയധികം കളിയാക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അവിടെ ചന്ദ്ര എപ്പോഴും അച്ഛൻ എന്താ വരാത്തേന്ന് ചോദിക്കുമല്ലോ ശ്രുതിനോട്. അപ്പോൾ ശ്രുതി പറഞ്ഞിരിക്കുന്നത്, ശ്രുതിയുടെ അമ്മ അതായത് ബീരാനില്ലേ, അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അച്ഛനിപ്പോൾ ഒരു ചെയ്യാത്ത തെറ്റിന് ജയിലിൽ കിടക്കുന്നു എന്നാണ്, അതുകൊണ്ടാണ് വരാത്തതെന്നൊക്കെയാണ് ശ്രുതി ഒരു കള്ള ഒപ്പിച്ചു പറഞ്ഞത്. അപ്പോൾ രേവതി ഇത് സ്വാഭാവികമായിട്ട് വീട്ടിലെ അമ്മ ഫോൺ ചെയ്യുമ്പോൾ പറയുമല്ലോ നമ്മുടെ വീട്ടിലെ വിശേഷം. അപ്പോൾ ആ അമ്മ ചോദിക്കും, മോളെ അച്ഛന് ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാണെന്നൊക്കെ കേട്ടല്ലോ മോളെ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരും. ശ്രുതി രേവതിയെ ഒരു കലിപ്പിച്ച് നോട്ടം നോക്കും, ചന്ദ്രയും നോക്കും. കാരണം ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ എല്ലാവരോടും വിളിച്ച് പറയുവാണല്ലേ എന്ന് ചന്ദ്ര ചൂടാകുവാണ്. അപ്പോൾ അമ്മ പറയും, അയ്യോ അതുകൊണ്ടല്ല, ചെയ്യാത്ത തെറ്റിനല്ലേ, ഒരു അമ്പലമുണ്ട്, അവിടെ പോയി ഒരു വഴിപാട് ചെയ്താൽ മോളുടെ അച്ഛൻ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് വരും, മോള് വിഷമിക്കണ്ട, മോളോടുള്ള സ്നേഹം കൊണ്ടാണ്, അല്ലാതെ ഒരു കുറ്റമായിട്ടല്ല, കളിയാക്കിയല്ല ഞാൻ പറയും എന്ന് രേവതിയുടെ അമ്മ പറയും. പക്ഷെ എന്തിലും തെറ്റും കുറ്റവും കണ്ടുപിടിക്കണ ശ്രുതിക്കും ചന്ദ്രക്കും അത് മനസ്സിലാവുന്നുണ്ടോ, അവരിത് വളരെ ദേഷ്യത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആ പേരിലും അമ്മയെ കുറേ അപമാനിച്ചു വിടും. അപ്പോൾ വർഷ ചോദിക്കും, അമ്മേ എനിക്ക് വേണ്ടി എന്തെങ്കിലും അന്ന് പറഞ്ഞ നുറുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ നുറുക്കെടുത്ത് കൊടുക്കും. അപ്പോൾ ചന്ദ്ര പറയും, മോളെ എങ്ങനെ ഉണ്ടാക്കിയതാണെന്നൊന്നും പറയാൻ പറ്റില്ല, വൃത്തിയില്ലാത്ത എണ്ണയിലൊക്കെ കൊള്ളില്ലാത്ത എണ്ണയിലൊക്കെ ഉണ്ടാക്കിയ നുറുക്കായിരിക്കും എന്ന് പറയുമ്പോൾ വർഷ അത് കഴിക്കും. എന്നിട്ട് പറയും, നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മയെന്നൊക്കെ
പറയും ചന്ദ്ര അപ്പോൾ ഒന്ന് വല്ലാണ്ടാവും കേട്ടോ. കാരണം വർഷയ്ക്ക് വർഷയുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്. ആരെന്ത് പറഞ്ഞാലും വർഷ ചെയ്യാനുള്ളതൊക്കെ ചെയ്യും. അതേതായാലും നന്നായി വർഷ ആ നുറുക്ക് കഴിച്ചത്. അതുമൂലം രേവതിയുടെ അമ്മയ്ക്ക് കുറച്ച് സന്തോഷമായി. കാരണം അവരെങ്കിലും എന്നെ അപമാനിച്ചില്ലല്ലോ എന്ന് തോന്നി. പാവം അമ്മ അവിടെ ഇരുന്ന് വിഷമിക്കുന്നത് കണ്ട് രേവതി അമ്മയെ എളുപ്പം പറഞ്ഞുവിടും. അമ്മയെ അമ്മക്ക് അവിടെ പൂക്കടൽ തിരക്കില്ലേ, അമ്മ പൊയ്ക്കോ എന്ന് പറഞ്ഞ് അമ്മയെ എളുപ്പം പറഞ്ഞു വിടുവാണ്. എന്തായാലും അമ്മക്ക് നല്ല വിഷമായിട്ടുണ്ട്. ചന്ദ്ര അത്രയും കളിയാക്കിയാണ്, അപമാനപ്പെടുത്തിയാണ് അവരെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നത്. എന്തായാലും ഇത് വരും എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇതിനോട് എങ്ങനെ രേവതി പ്രതികരിക്കുമെന്നും സച്ചി എങ്ങനെ പ്രതികരിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.